ഈ ട്രംപ് റഷ്യയുടെ ചാരനാണ് എന്ന തരത്തിൽ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പല തരത്തിലുള്ള തെളിവുകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയും ഇതേ തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇരുവരുടെയും കൂടിക്കാഴ്ച യുക്രൈനിലെ യുദ്ധം, ആണവായുധങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെ ലക്ഷ്യം വച്ചാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം തന്നെയായിരിക്കും. പക്ഷേ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിക്കാതെ ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനാണോ എന്നാണ് പലരുടെയും സംശയം. അല്ല, അങ്ങനെ സംശയിക്കുന്നവരെ തെറ്റു പറയാനും സാധിക്കില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറെ കാലമായ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന് നീതിയുക്തമായിട്ടുള്ള ഒരു പരിസമാപ്തിയാണ് ലക്ഷ്യമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളെ ഒരു ടേബിളിന് മുന്നിൽ എത്തിച്ചു വേണം അത് പരിഹരിക്കാൻ. അല്ലാതെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ആ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു നൽകി മറുവശത്ത് നിൽക്കുന്ന രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ട്രംപും റഷ്യയും തമ്മിലുള്ള നിഗൂഢമായ ബന്ധത്തെപ്പറ്റി ലോകം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇത് വെറും പൊള്ളയായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അത് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ വിലയേറിയ പിന്തുണയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. തുടർന്നും കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ഒന്ന് പരിഗണിച്ചേക്കണം. ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് 2016 US തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അന്ന് ആ തിരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ പറയുകയുണ്ടായി. ഹിലരി ക്ലിന്റന്റെ ഇമെയിലുകൾ ഹാക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ ട്രംപിനെ പിന്തുണച്ച് ഒട്ടനവധി പരസ്യങ്ങൾ നൽകി എന്നിങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ ട്രംപിന്റെ ടീമിലെ ചിലർക്ക് റഷ്യയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് 2018 ഹെൽസിങ്കി മീറ്റിംഗിൽ ട്രംപ് പുടിനെ വിശ്വസിച്ച് US ഇന്റലിജൻസിനെ തള്ളുകയും കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു. നമ്മൾ ഇപ്പോൾ വരെ പറഞ്ഞത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ നടന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം കുറെ അധികം പിറകിലോട്ട് പോകുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചധികം വ്യക്തത വരും. വർഷം 1987 ട്രംപ് ആദ്യമായി സോവിയറ്റ് യൂണിയനിലേക്ക് ചെല്ലുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ റഷ്യയിൽ. അന്ന് സോവിയറ്റ് അംബാസഡർ ആയിരുന്ന യൂറി ദുബിന്റെ ക്ഷണപ്രകാരമായിരുന്നു ഈ യാത്ര. മോസ്കോയിൽ ഒരു ലക്ഷറി ഹോട്ടൽ നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കലായിരുന്നു ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. അന്നത്തെ ട്രംപിന്റെ ഈ സന്ദർശനത്തെ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ലൂക്ക് ഹാർഡിംഗ് തന്റെ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചത് KGBയുടെ ഒരു കൾട്ടിവേഷൻ ഓപ്പറേഷൻ എന്നായിരുന്നു. ഈ കൾട്ടിവേഷൻ ഓപ്പറേഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി ചെറിയൊരു വിശദീകരണം നൽകി മുന്നോട്ട് പോകാം. ഇത് ഇന്റലിജൻസ് ഏജൻസികൾ, പ്രത്യേകിച്ച് ചാര സംഘടനകൾ, ഒരു വ്യക്തിയെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ദീർഘകാല തന്ത്രമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനോ ആണ് ഏജൻസികൾ ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ കാര്യത്തിൽ പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 1990കളിൽ ട്രംപിന്റെ കാസിനോ ബിസിനസ്സുകൾ വൻ തകർച്ച നേരിടുകയും അമേരിക്കൻ ബാങ്കുകൾ ട്രംപിന് വായ്പ നൽകുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് റഷ്യൻ നിക്ഷേപകരും അതുപോലെ തന്നെ ക്രെംലിനുമായി അടുത്ത ബന്ധമുള്ളവരും രംഗത്തെത്തുന്നത്. ഇവർ ട്രംപിന്റെ ബിസിനസ്സിലേക്ക് വൻതോതിൽ പണമൊഴുക്കി. ഇത് പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിലൂടെയും പങ്കാളിത്തത്തിലൂടെയും ആയിരുന്നു. ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ജൂനിയർ 2008 പറഞ്ഞത് നമ്മുടെ ആസ്തികളിൽ റഷ്യൻ പണം ഒരുപാട് വരുന്നുണ്ട് എന്നാണ്. ഇത്രയുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് പേരുകളുണ്ട്. ബെയ്റോ ഗ്രൂപ്പും അതുപോലെ തന്നെ ഫെലിക്സ് സാറ്ററും. 2000കളിൽ ട്രംപ് ബെയ്റോ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫെലിക്സ് സാറ്റർ റഷ്യൻ വംശജനും മാഫിയ ബന്ധങ്ങളുള്ള ഒരാളാണ് എന്നും ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ബെയ്റോക്ക് ട്രംപ് സോഹോ, ഫ്ലോറിഡ, അരിസോണ എന്നിവിടങ്ങളിലെ പ്രൊജക്ടുകൾക്ക് ഫണ്ട് നൽകി. ഫെലിക്സ് സാറ്റർ കണക്കില്ലാതെ ട്രംപിന് വേണ്ടി പണം വാരിയെറിഞ്ഞു. ഈ ഫണ്ടുകൾ റഷ്യ, കസാഖിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും വന്നതാണ് എന്ന് ഒരു മുൻ ബെയ്റോക്ക് ജീവനക്കാരൻ പറയുകയുണ്ടായി. സാറ്റർക്ക് ട്രംപിന്റെ ഓഫീസിൽ ഒരു ബിസിനസ് കാർഡും അതുപോലെ തന്നെ ഓഫീസ് സ്പേസും ഉണ്ടായിരുന്നുവെന്നും ഇതേ ജീവനക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ട്രംപിനെയും റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി നൂൽപാലങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നമുക്ക് കാണാനാവും. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലെയാണ് പുടിനും ട്രംപും. പിണറായി വിജയൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാറില്ല. ഒരു പരിധിവരെ പ്രധാനമന്ത്രിയും അങ്ങനെ തന്നെയാണ്. ഇത് ട്രംപിന്റെ കാര്യത്തിൽ സമാനമായിട്ടുള്ള സാദൃശ്യം കാണാനാവും. അദ്ദേഹം പുടിന്റെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ. അതേസമയം പുടിനെ പുകഴ്ത്തുകയോ അദ്ദേഹത്തിന്റെ നയങ്ങളോട് അനുഭാവം കാണിക്കുകയോ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുമുണ്ട്. 2016 ട്രംപ് പറഞ്ഞത് പുടിനെ ഞാൻ വളരെ അധികം ബഹുമാനിക്കുന്നു, കാരണം അദ്ദേഹം രാജ്യത്തെ നല്ല നേതാവാണ് എന്നായിരുന്നു. ഏറ്റവും അവസാനമായി നാറ്റോയെ അപ്രസക്തമെന്ന് വിമർശിച്ചുകൊണ്ട് ട്രംപ് റഷ്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിന്നു എന്നതാണ്. റഷ്യ നാറ്റോയെ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നതിനാൽ
ഇത് പുടിന് ഗുണകരമായി എന്ന് വേണം പറയാൻ. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ട്രംപ് പുടിൻ ഉച്ചകോടിയിൽ റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ. ഉദാഹരണത്തിന് ട്രംപ് ലാൻഡ് സ്വാപ്പ് എന്ന ആശയം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് യുക്രൈന്റെ ചില പ്രദേശങ്ങൾ, അതായത് ഡോൾബാസ്, ക്രിമിയ തുടങ്ങിയവ റഷ്യയ്ക്ക് നൽകുന്നതിനും റഷ്യയുടെ കൈവശമുള്ള മറ്റു പ്രദേശങ്ങൾ ഖാർക്കീവ്, സുമി എന്നിവ ഉക്രൈനു നൽകിയുള്ള ഒരു പ്രശ്ന പരിഹാരം. ഇങ്ങനെ ഒരു ലാൻഡ് സ്വാപ്പ് റഷ്യയ്ക്ക് വലിയ നേട്ടമാണ്, ഉക്രൈന് ഒരു കോട്ടവും. കാരണം ഡോൾബാസ് റഷ്യയുടെ കിഴക്കൻ യുക്രൈനിലെ പ്രധാന നിയന്ത്രണ മേഖലയാണ്. ഇത് റഷ്യൻ സംസാരിക്കുന്ന ജനസംഖ്യയുള്ള വ്യാവസായികമായി പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഇതിന്റെ എല്ലാം അവസാനം പരിശോധിക്കുമ്പോൾ പുടിനും റഷ്യയ്ക്കും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ മീറ്റിംഗ് പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചുങ്കം വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനും കാരണങ്ങൾ ഏറെയാണ്. ട്രംപ് റഷ്യ ബന്ധമില്ലെന്ന് തെളിയിക്കാൻ റഷ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു സമവായം ഉണ്ടാക്കിയത് എന്ന് വരുത്തി തീർക്കണം. അതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ റഷ്യയും അമേരിക്കയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് താരിഫ് കൂട്ടുമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഉക്രൈൻ റഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായിട്ട് റഷ്യയിലേക്ക് പറഞ്ഞയച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ സുഹൃത്ത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞ ഫെലിക്സ് സാൾട്ടർ തന്നെ ആവണം ട്രംപിന്റെ ആ സുഹൃത്ത്. ആ സുഹൃത്ത് ഇടനിലക്കാരനായി നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡീല് ഇതിന്റെ പുറകിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി, അതായത് അമേരിക്കൻ ഗവൺമെന്റുമായിട്ട് ഒഫീഷ്യലി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ എന്തിനാണ് ട്രംപ് റഷ്യയിലേക്ക് പറഞ്ഞയക്കുന്നത്? ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് താല്പര്യമാണുള്ളത്? ഇതൊക്കെ തന്നെയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരെ ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും. എന്തായാലും ബാക്കി നമുക്ക് കണ്ടറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ഒന്ന് പരിഗണിച്ചേക്കണം.